എന്തൊക്കെയാണ് പ്രയോറിറ്റീസ് ഞങ്ങൾ പറഞ്ഞല്ലോ. ആദ്യം നമ്മൾ ഏതൊരു വികസന പദ്ധതിയും ഇവിടെ നടപ്പിലാക്കണമെങ്കിൽ ആദ്യം ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കും. ഒരു ഭാഗത്ത് ഞങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങൾ ഇപ്പോഴും പറയുന്നത് തന്നെയാണ്, വേസ്റ്റ് മാനേജ്മെന്റിൽ തുടങ്ങിയുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമം നടക്കുമ്പോൾ പാരലായിട്ട് ഞങ്ങൾ കൊണ്ടുവരേണ്ട വലിയ വലിയ പ്രോജക്റ്റുകൾ. ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഞാൻ ഇന്ന് രാവിലെ ഇവരോട് സംസാരിച്ചിരുന്നു. അപ്പോഴേക്കും നമ്മൾ വിഴിഞ്ഞവുമായിട്ട് കണക്ട് ചെയ്തൊക്കെ പ്രോജക്റ്റുകൾ കൊണ്ടുവരാം, IT സെക്ടർ എങ്ങനെ കൊണ്ടുപോകാം, റോഡ് ഡെവലപ്മെന്റിൽ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളുണ്ട്. ഇപ്പം മുഴുവൻ റോഡുകളും ഒരേ രീതിയിൽ കോർപ്പറേഷൻ റോഡുകൾ നിർമ്മിക്കുവാൻ വേണ്ടി എന്ത് പ്രോജക്റ്റ് നമുക്ക് കൊണ്ടുവരാം. ഈ രീതിയിലുള്ള ഒന്ന് ഗതാഗത സൗകര്യം വർദ്ധിക്കണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് ഞങ്ങൾ പരിഹരിക്കും. മാലിന്യ പ്രശ്നം പറഞ്ഞപ്പോൾ ഇൻഡോർ ആയിരുന്നു ഒരു മാതൃകയായിട്ട് എടുത്തു പറഞ്ഞത്. വി രാജേഷിൻ്റെ ദൗർഭാഗ്യം കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, തൊട്ടടുത്ത ദിവസം അവിടെ മലിനജലം കുടിച്ച് വലിയ അത്യാഹിതം സംഭവിക്കുന്ന കാര്യം വന്നു. അത് വലിയ രീതിയിൽ ചർച്ചയായി, വിമർശനമായി, ട്രോളുകളായി. അപ്പോൾ ഇനി ഒരു പുനർവിചിന്തനം അക്കാര്യത്തിലുണ്ടോ? അല്ല, അവിടെ 7 വർഷം മനോഹരമായി നടത്തിക്കൊണ്ടുന്ന പദ്ധതിയാണല്ലോ. ഏതോ ഒരു സ്റ്റേജിൽ അവിടെ എവിടെ ഒരു പാളിച്ച ഉണ്ടായി, അത് സ്വാഭാവികമായിട്ട് അന്വേഷിക്കേണ്ടതായിട്ട് കറക്റ്റ് ചെയ്യും. എന്ന് വെച്ചിട്ട് കഴിഞ്ഞ 7 വർഷം നടന്നത് മുഴുവനും പരാജയമാണെന്ന് പറയാൻ സാധിക്കില്ലല്ലോ. എവിടെയാണ് പാളി? ഇപ്പോൾ വിമാനാപകടങ്ങൾ സംഭവിക്കുന്നില്ലേ എന്ന് കരുതിയിട്ട് പോകുന്ന എല്ലാ വിമാനാപകടം സംഭവിക്കുമല്ലോ. ഇത് എവിടെയാണ് പാളിച്ച സംഭവിച്ചത് എന്നുള്ളത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഗോവയിൽ അതേ സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ ഗോവയിൽ നടപ്പിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിജയിച്ച സാങ്കേതിക വിദ്യ എവിടെയുണ്ടെങ്കിലും ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ നമ്മളിവിടെ പ്രയോജനപ്പെടുത്തും. അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇൻഡോർ തന്നെ മാതൃക. ഞാൻ പറയുന്നത് ഇൻഡോറിൽ സാങ്കേതിക വിദ്യ കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിലാണ് ഗോവയിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അവിടെ നിന്ന് എത്ര വർഷം കഴിഞ്ഞു. അപ്പോൾ ബേസിക് ടെക്നോളജി അത് തന്നെയാണ്. ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ, തിരുവനന്തപുരത്തിന്റെ സാഹചര്യത്തിൽ അതിനെ എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് പ്രയോജനപ്പെടുത്താം, അതായിരിക്കും ചർച്ച.